കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പോകാൻ ഒരുങ്ങിക്കോ, നീ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക്. ഞാൻ പറയാം. പറ, എനിക്ക് പറ്റിയൊരു തെറ്റാത്. കാര്യം പറയടി. പറയാൻ. വേറൊരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിൾ കൂടി ഉണ്ടായിരുന്നു അന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഞാൻ ലാബിൽ കൊടുത്തപ്പോ രണ്ടും തമ്മിൽ മാറി. സത്യമാണോ നീ പറയുന്നത്? അതെ. പ്രീതിയുടെ ബ്ലഡ് O നെഗറ്റീവ് അല്ലേ, തെറ്റിയ റിസൾട്ടില് B പോസിറ്റീവ് എന്ന. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഈ രണ്ട് റിപ്പോർട്ടും പരിശോധിച്ച നിങ്ങൾക്കത് മനസ്സിലാവും. ശാലിനിക്ക് പിടികൊടുത്തെങ്കിലും എന്നെ ഒറ്റിയിട്ടില്ല സുരഭി. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഇവളിവിടെ കൂടുതൽ സമയം നിൽക്കുന്നത് എനിക്ക് അപകടമാ. ശാലിനി വന്ന് ബ്ലഡ് സാമ്പിൾ റീചെക്ക് ചെയ്തപ്പോഴാണ് റിസൾട്ട് മാറി വിവരം അറിഞ്ഞത്. മാപ്പ് വെക്കണം. അമ്മ, ഇവിടെ പോലീസ് പിടിച്ചു കൊടുക്കാൻ വേണ്ടത്. നിന്റെ അശ്രദ്ധ കാരണം നശിച്ചു പോവായിരുന്നത് എന്റെ അനിയത്തിന്റെ ജീവിതം. ഇക്കാര്യം കേസായ ആ ഹോസ്പിറ്റലിന്റെ ഭാവി എന്താണെന്ന് അറിയോ നിനക്ക്? അറിയാം. എന്റെ ജോലിയും പോവും. എന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു പാവപ്പെട്ട കുടുംബം എനിക്ക് പിന്നിലുണ്ട്. ശാലിനി, ശാലിനി, ക്ഷമിക്കാൻ പാവ ശാലിനി. ക്ഷമിക്കേണ്ടത് ഞാനല്ല സുരഭി. നീ മൂലം ജീവിതം തകരുമായിരുന്ന പ്രീതിയാ തീരുമാനിക്കേണ്ടത്. നിന്നോട് ക്ഷമിക്കണോ വേണ്ടേ ഒന്ന്. ചോദിക്കടി എന്റെ മോളുടെ മുന്നിൽ. ക്ഷമ ചോദിക്കടി. ചോദിക്കാൻ. പ്രീതി, ചോദിക്കേ. പ്രീതി, വിട്ടേക്കമ്മേ. അവൾക്ക് സംഭവിച്ചൊരു കയ്യബദ്ധമല്ലേ. കാല് പിടിച്ച് മാപ്പ് ചോദിക്കടി. പ്രീതി, പ്ലീസ്. അമ്മ വേണ്ടമ്മേ, വിട്ടേക്ക് പ്ലീസ്. ഇനി വസുമതിയുടെ തീരുമാനം കൂടി എനിക്കൊന്ന് അറിയണം. എനിക്കങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല. ഒരു സംശയം ഉണ്ടായിരുന്നത് നീങ്ങളൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും നാട്ടുകാർക്ക്. അവർക്കൊന്നും പറയാൻ നമ്മൾ ഇടം കൊടുക്കരുതല്ലോ. അമ്മ, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് ഈ പ്രീതിയുടെ സീമതത്തിൽ കൂടെ പങ്കെടുത്തിട്ട് പൊയ്ക്കൂടെ? വിരോധമില്ല. സത്യാമ്മയോട് ഒരു വാക്ക് പറയാനുണ്ട് എനിക്ക്. കാര്യകാരണങ്ങൾ നോക്കാതെ തിടുക്കത്തെ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാ. എല്ലാവരും സന്തോഷമായി ഒത്തുചേരുമ്പോൾ എന്റെ മകൾക്ക് കിട്ടിയൊരടി ബാക്കിയായി. അതും ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച്. ശാരദാമേ,
അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് വ്യക്തമായില്ലേ? തെറ്റിദ്ധാരണയല്ല, എനിക്ക് പറ്റിയ തെറ്റ് തന്നെയാ അത്. അതിലെനിക്ക് ഖേദമുണ്ട്. ഈ ആന്റിയുടെ ഒരു കാര്യം. വാ വസുമതി, സീമന്തത്തിന് നിന്നെ കാത്തിരിക്കായിരുന്നു ഞങ്ങള്. അതിനെന്താ, നമുക്കകത്തേക്ക് പോ. വാ. മോളെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അതെന്താമ്മേ പെട്ടെന്ന് പിണങ്ങി പോവാണോ? അയ്യോ, പിണക്കൊന്നുമില്ല. എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഒരു അഭിമാനം കൂടിയുണ്ട്. എന്റെ മകള് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോന്ന്. അതിൽ കൂടുതൽ എന്ത് അഭിമാനം ഒരമ്മയ്ക്ക് വേണ്ടത്? പൊയ്ക്കോട്ടെ മോളെ. നിനക്കറിയാലോ ഹോട്ടലിലെ കാര്യങ്ങള്. എന്നാലും അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ. ഭക്ഷണത്തിലൊന്നും അല്ലല്ലോ കാര്യം. സീമന്തത്തിൽ പങ്കെടുത്തു. നിന്റെ അമ്മയെന്നുള്ള നിലയിൽ പരിഗണനയും തന്നു സത്യാമ്മ. അത്രയൊക്കെ മതി. പോട്ടെടാ. പോട്ടെ. നിനക്ക് കയ്യബദ്ധം പറ്റിയെന്നല്ലേ പറഞ്ഞ്? ഇനി ഇങ്ങനത്തെ അബദ്ധമൊന്നും പറ്റരുത് കേട്ടോ. പൊയ്ക്കോ. പോ പോ പോ. നിക്ക് സുരഭി, എന്റെ അനുവാദത്തോടു കൂടിയേ ഇവിടുന്ന് പോകാവൂന്ന് പറഞ്ഞിരുന്നു ഞാൻ. പ്രീതിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കി ഇവളെ എന്തിനാ ഇവിടെ? ഈ വീടിന് കണ്ണു കിട്ടാതെ കോലമായി വെക്കാനോ? പോവാൻ പറയാ സത്യനോട്. പ്രീതിയുടെ ജീവിതത്തെ പറ്റി അത്ര വലിയ താല്പര്യം സുസ്മിതയ്ക്ക് അല്ലെ? ആ പിന്നല്ലാതെ. സുസ്മിത ഇങ്ങോട്ട് വന്നേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. വാ. എന്താ എന്താ ശാലിനി? എന്തിനാണ് നീ എന്നെ അടിക്കുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഭാമാന്റിയെ വിളിക്കും. വിളിക്കടി നിന്റെ ബഹുമാന്റിയെ. അവരടക്കം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിന്റെ ദേഹത്ത് കൈവെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ എന്ത് ചെയ്തുന്നാ? ദേ, നിന്റെ ഈ നാടകം വേണ്ട സുസ്മിതേ, കേട്ടല്ലോ? ഇങ്ങോട്ട് ഇവൾ എന്നോട് എല്ലാം പറഞ്ഞു. ഇവളെയും കൂട്ടി നീ പുതിയ കള്ളക്കഥയെ മെനഞ്ഞോണ്ട് വന്നിരിക്കാ? മെനഞ്ഞത് കള്ളക്കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി വട്ടം കൂടിയിരുന്ന് തീരുമാനിക്കാം. വിളിക്കട്ടെ ഞാൻ സത്യാമ്മേ. ഇത്തവണ നീ സമർത്ഥമായിട്ടാ നീങ്ങിയത്. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ കരുതലോടെ. എങ്കിലും എത്ര സമർത്ഥമായി ചെയ്യുന്ന ക്രൈമിലും കുറ്റവാളിയിലേക്ക് എത്താൻ ഒരു തെളിവ് ബാക്കി കിടക്കുന്നു പറയാറില്ലേ? അത് മാത്രമാ ഇന്ന് പ്രീതിയുടെ ജീവിതം രക്ഷിച്ചത്. എന്റെ ബുദ്ധിയിലെ ബോധത്തിലോ ചെറിയൊരു മങ്ങലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സാധുവിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ഇന്ന് അസ്തമിച്ചേനെ.
സർക്കാർ ചെലവിൽ പണിത സെൻട്രൽ ജയിലിലേക്കാവും. പിന്നെ അവിടെയാവും 2 റൂംമേറ്റ്സ്. എന്നിട്ടും ഞാൻ ഈ അവസരം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് നിന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാവുമെന്നറിയാം. അതിനുള്ള മറുപടിയും തന്നേക്കാം. കയ്യോടെ പിടികൂടി രണ്ടിനെയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം. പ്രീതിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച പിശാചുക്കളോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു മനസ്സില്. പക്ഷേ ഇവളെ കൂട്ടി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി പ്ലീസ് ശാലിനി, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ആരുടെ ജീവിതം നീ തകർക്കാൻ ശ്രമിച്ചോ അവരുടെ മുന്നിൽ സത്യം തെളിയിക്കാൻ. പ്ലീസ് ശാലിനി, എന്റെ ജോലി പോവും, പിന്നെ എന്റെ കരിയർ. ഇതൊക്കെ നീ നേരത്തെ ഓർക്കണമായിരുന്നു. എന്റെ ജോലി പോയ ആത്മഹത്യ മാത്രമേ എനിക്ക് മുന്നിൽ വഴിയുള്ളൂ ശാലിനി. നന്നായി, ഭൂമിക്ക് അത്രയും ഭാരം ഒഴിഞ്ഞു കിട്ടുമല്ലോ. എടി, നീ മാറ്റിവെച്ച ടെസ്റ്റ് റിപ്പോർട്ട് ഒരു പെണ്ണിന്റെ ജീവിതം വരെ തകർക്കുമായിരുന്നു. അവൾക്ക് മുന്നിലും ആത്മഹത്യ മാത്രമായിരുന്നു ഒരേ ഒരു വഴി. അതിനു പകരം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാശം വിതയ്ക്കാതിരിക്കാൻ നീ ഒരാൾ ചാകുന്നത് തന്നെയാ സുരഭി നല്ലത്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചതല്ല ശാലിനി. സുസ്മിതയും ഞാനും ബാംഗ്ലൂരിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ജീവിതം അല്ലായിരുന്നു ഞങ്ങൾക്ക് അവിടെ. എല്ലാം മറന്ന് അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. അമ്മയ്ക്ക് അസുഖമെന്നറിഞ്ഞപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ എത്തിയപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് പൊട്ടി വീണത്. ഞങ്ങളുടേത് ഒരിടത്തരം കുടുംബ ശാലിനി. അച്ഛനും അമ്മയും കൂലിപ്പണിയെടുത്ത് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് മൂത്തതായിട്ട് 2 ചേച്ചിമാരുണ്ട്. രണ്ടാളും അത്ര പഠിച്ചിട്ടൊന്നുമില്ല. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിപ്പുണ്ട്. ഒരു കുഞ്ഞുള്ളതിന് പാൽപ്പൊടി വാങ്ങാൻ വേണ്ടി അവളെ പണത്തിന് വേണ്ടി വീട്ടു ജോലിക്ക് പോവുക. രണ്ടാമത്തെ ആൾക്ക് കെട്ടുപ്രായമായിട്ടും കല്യാണമൊന്നും ആയിട്ടില്ല. ഇത്രയും പ്രാരബ്ധങ്ങളുള്ള നീ ഇതുപോലൊരു വൃത്തികെട്ട ജോലി ചെയ്യുമ്പോ അതിനുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിച്ചില്ലേ? ചില സമയത്ത് മനുഷ്യരങ്ങനെ ചെയ്തു പോവും ശാലിനി. പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടല്ല, എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അതെ ശാലിനി, പറഞ്ഞല്ലോ അമ്മയുടെ അസുഖ വിവരം അറിഞ്ഞിട്ടാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതെന്ന്. വയറ്റില് ക്യാൻസർ ആയിരുന്നു, അത് 3rd സ്റ്റേജില്. ഓരോ മാസം ചികിത്സയ്ക്ക് തന്നെ വേണം 10,000. ഇവിടുന്ന് എനിക്ക് കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ നിന്ന് 6 വയറ് കഴിയുന്നതിന് പുറമേ ആയത്. ജർമ്മനിയിലേക്കോ UK-യിലേക്കോ കടക്കാൻ പറ്റിയ നല്ലൊരു തുക മാസം കിട്ടും. അതിന് ഏജൻസിക്ക് കൊടുക്കണം കമ്മീഷനായിട്ട് ലക്ഷങ്ങള്. ആ പണം ഒപ്പിക്കാനായിട്ടാ ഞാൻ ഇത്രയ്ക്ക് കുഴപ്പമുണ്ടാക്കുന്ന കേസാന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമെന്നാ സുസ്മിത എന്നോട് പറഞ്ഞത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണത്രേ. സത്യത്തിൽ അവൾ എന്നെയും ചതിക്കുകയായിരുന്നു. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ രൂപം കൊണ്ട് ഗർഭപാത്രത്തിലെ ശാലിനി ക്യാൻസർ. അതോർത്താൻ ഞാൻ എന്നെ പോലീസ് കൊണ്ടുപോയ 6 ജീവൻ പോലെയും ഒരു കൈക്കുഞ്ഞടക്കം ഒരു കുപ്പി വിഷത്തിലോ ഒരു മുഴം കയറിലോ. പ്ലീസ് ശാലിനി, പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ. എനിക്ക് വേണ്ട, എനിക്ക് ഒരു അമ്മയുള്ളതാ. ആ അമ്മയെ ഓർത്ത് മാത്രം ഞാൻ നിന്നോട് ക്ഷമിക്കുക. നിന്നെ പോലീസ് കൊണ്ടുപോവില്ല. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ 2 ആളുടെയും മുഖം മൂടി ഞാൻ വലിച്ചു ചീന്താത്തത്. നിങ്ങൾ 2 ആളും ഇപ്പോ
ഈ മുറ്റത്ത് നിൽക്കുന്നത്. സുരഭിയുടെ പ്രാരാബ്ദങ്ങളുടെയും ജീവിത പ്രശ്നങ്ങളുടെയും പേരിൽ ഇത്തവണ കൂടി നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ സുസ്മിതേ. പക്ഷെ ഇനി ഒരു തവണ കൂടി നിന്നോട് ആ ദയാദാക്ഷിണ്യം ശാലിനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സുസ്മിതേ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ശാലിനി. പ്ലീസ്, ഇത്തവണ കൂടി നീ എന്നോടൊന്ന് ക്ഷമിക്കണം. വേറെ ആരും ഇത് അറിയരുത്. ആരും ഇതറിയില്ല, നിന്നെയല്ല, ദേ ഇവളെ ഓർത്ത് മാത്രം. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല സുസ്മിത. എല്ലാ സ്ഥലങ്ങൾക്കും നല്ല കാലവും ചീത്ത കാലവും ഉണ്ട്. എന്നാ ശ്മശാനത്തിന് മാത്രം അത് ബാധകമല്ല. മരണത്തിന്റെ മടിശീലയാ ഓരോ ശ്മശാനവും. അങ്ങനെ തന്നെയാ നിന്റെ മനസ്സും. പക്ഷെ നീ ഓരോ രോഗിയെ സംബന്ധിച്ചും ദൈവത്തിന്റെ സ്ഥാനമാണ് ഡോക്ടർക്ക്. ഒരു ജീവിതം തളിരിടാനും തകർക്കാനും ഒരു ഡോക്ടർ മതിയാവും. അതിന് കാവൽ നിൽക്കേണ്ട മാലാഖമാരാ ഓരോ നഴ്സുമാരും. അക്കൂട്ടത്തില് അബദ്ധത്തില് നീയൊക്കെ എങ്ങനെയോ ചെന്ന് പെട്ടു. UK-യോ ജർമ്മനിയോ സ്വപ്നം കണ്ട് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു നെറികെട്ട നീക്കം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ. നീ പറഞ്ഞ 6 ജീവനും ഒരു പരിഗണനയും കൊടുക്കില്ല ശാലിനി. ഇതടക്കമുള്ള കേസുകൾ പൊക്കിയെടുത്ത് നിന്റെ കുഴി തോണ്ടിയിരിക്കും. ഇനി ഉണ്ടാവില്ല ശാലിനി. ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഒരു കാര്യം കൂടി നിന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കാനുണ്ട് സുസ്മിത. പ്രീതിയുടെ പ്രശ്നത്തിന് പരിഹാരമായി ഇനി എന്റെ ടാർഗറ്റ് നിന്റെ കല്യാണമാ. അത് നടക്കും, നടത്തിയിരിക്കും ഈ ശാലിനി. ശാലിനി, ഇയാളകത്ത് അന്വേഷിക്കുന്നുണ്ട്. ആ ഇതാ വരുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവണം രണ്ടാൾക്കും. പറയാം. ഭാമേ, നമുക്കിനി ചടങ്ങുകൾ പുനരാരംഭിച്ചാലോ? വരട്ടെ. ശാലിനി കൂടി വന്നിട്ട് ഒരു പ്രധാന കാര്യം അറിയിക്കാനുണ്ട് എല്ലാവരെയും. ആ ദേ ശാലിനി കുഞ്ഞ് എത്തിയല്ലോ. ശാലിനി, നീ എന്താ മാറി നിൽക്കുന്നെ? നീയല്ലേ ചടങ്ങ് മുന്നിൽ നിന്ന് നടത്തേണ്ടത്. ആ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. വസുമതിയുടെ വീട്ടിൽ വെച്ച് നടന്ന പറയെഴുന്നള്ളിപ്പ് ചടങ്ങിൽ വെച്ച് വസുമതി എന്നോട് 10 ലക്ഷം രൂപ ചോദിച്ചു. അതൊന്നും ഇനി പറയണമെന്നില്ല ഭാമേ. പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. പ്രീതിക്ക് പണമൊന്നും കൊടുക്കില്ലെന്നാ ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. അത് തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു. പക്ഷേ പ്രീതിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് സത്യഭാമയുടെയും രാഘവൻ നായരുടെയും ആദ്യത്തെ കൊച്ചുമകനോ കൊച്ചുമകൾക്കോ ഒരു സമ്മാനമുണ്ട്. ₹1 കോടി.